കടന്നുവന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിന്റെ തന്നെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. വീണ്ടും സന്തോഷത്തോടെ ദൈവത്തിന് വരുവാൻ കർത്താവ് നമുക്കൊരു അവസരം തന്നു. അതിന്റെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട ചുച്ചാൻ പറഞ്ഞ യൂണിറ്റി പ്രയറിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ജോർജാൻ ഉത്സാഹപൂർവ്വം ആരംഭിച്ച ഒരു പ്രാർത്ഥനയായിരുന്നു. ചില കാരണങ്ങളാൽ അത് മുടങ്ങിപ്പോയിരുന്നു. എന്നാൽ വീണ്ടും പുനരാരംഭിക്കുവാൻ തക്കമുള്ള ഒരു ശ്രമമാണ്. അത് വിജയകരമാകണമെങ്കിൽ ദൈവം പ്രവർത്തിക്കണം. അതിനുവേണ്ടി നിങ്ങൾ അധികമായിട്ട് പ്രാർത്ഥിക്കും. ചില സഭകളെ മാത്രമാണ് ഇപ്പോൾ വിളിക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അവര് വരുവാൻ തക്കമിടയാകണം. സുവാർത്ത ചർച്ചയിൽ നിന്ന് ഭാഷ വളരെ ഉത്സാഹപൂർവ്വം മുമ്പോട്ട് വന്നതായിരുന്നു. എന്നാൽ അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇതുപോലുള്ള തടസ്സങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരും കടന്നു വരുവാൻ ഇടവരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുകയും ഒപ്പം നമ്മളും ഉത്സാഹിക്കുകയും അതിൽ സഹകരിക്കുകയും ചെയ്യും. സഹോദരന്മാർക്കും വരാം. അതുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ താല്പര്യമുള്ള എല്ലാവർക്കും പങ്കെടുക്കാം. ദൈവമായ കർത്താവ് സഹായിക്കുമാറായി. സാക്ഷ്യം പറഞ്ഞതുപോലെ സ്വർഗസ്നായ കർത്താവ് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു വർഷം കൂടെ തന്നു. അതോടൊപ്പം ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. SCBI ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൻ്റെ കൂടെ നിന്ന് കർത്താവിനെ വേഗം ചെയ്യുവാൻ തക്കണം. ദൈവം വിളിച്ച് ഞങ്ങളെ യോജിപ്പിച്ചു എന്നതിൽ ഞങ്ങൾ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ വിളിച്ച കുഞ്ഞുങ്ങളെ രണ്ടുപേരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വേലയെ അവർക്ക് സ്നേഹിക്കാൻ കഴിയുന്നു. എന്നാൽ അതിലധികം സ്നേഹിക്കാനും കർത്താവിൻ്റെ വേലയെ അവർ ചെയ്യുവാനും ഇടയാകണം. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ വധിക്കണമേ എന്ന് കർത്താവ് നാമത്തിൽ വീണ്ടും അപേക്ഷിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് പോകുന്നത് യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായമാണ് നമ്മൾ ചിന്തിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം എല്ലാം കൊണ്ടും വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു അധ്യായമാണ്. വേദപുസ്തകത്തിലെ ഏറ്റവും കാതലായ ഒരു അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം. കാരണം അവിടെ കർത്താവ് ലോകത്തിലേക്ക് വന്നതിനാലുള്ള പിതാവായിരിക്കുന്ന ദൈവം മനുഷ്യവർഗത്തിനെ രക്ഷയ്ക്ക് വേണ്ടി ഒരിക്കലായിരിക്കുന്ന രക്ഷാപദ്ധതിയുടെ ശരിയായ ഒരു വെളിപ്പാടാണ് ഈ 3-ാമത്തെ അധ്യായത്തിനകത്ത് കർത്താവ് തന്നെ മാറുന്നത്. താൻ വന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് തന്നെ പറയുക. ഇത് സംസാരിച്ചു തുടങ്ങുന്നത് നിക്കോദിമോസ് എന്ന് പറയുന്നതായിരിക്കുന്ന പരീക്ഷനോടാണ്, പരീക്ഷ പ്രമാണിയോടാണ്. നാം കഴിഞ്ഞ ആഴ്ചയിൽ അത് കണ്ടിരുന്നു. നിക്കോദിമോസ് ഒരു പരീക്ഷനാണ്, പരീക്ഷന്മാരുടെ പ്രമാണിയാണ്, യഹൂദന്മാരുടെ പ്രമാണിയാണ്. സന്നിധി സംഘത്തിന്റെ പ്രമാണി എന്ന് പറയുമ്പോൾ സന്നിധി സംഘത്തിന്റെ അംഗമായിരിക്കുന്ന വ്യക്തിയാണ്. സന്നിധി സംഘത്തിൽ അദ്ദേഹം വേറിട്ട ഒരു ശബ്ദമായിരുന്നു എന്ന് നാം കഴിഞ്ഞ പ്രാവശ്യം കാണുക. വളരെ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. തനിക്ക് മനസ്സിലായിട്ടുള്ളതായിരിക്കുന്ന ആ ന്യായപ്രമാണത്തിൽ നിൽക്കുവാനും അത് ആചരിക്കുവാനും ഉത്സാഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അവസാനമായിട്ട് നിക്കോദിമോസിനെ നമ്മൾ കാണുന്നത് അരിമത്യക്കാരനായ യോസഫിന്റെ കൂടെ യേശു കർത്താവിന്റെ ശരീരത്തിൽ സുഗന്ധവർഗ്ഗം ഇടുവാൻ വരുന്നവനായിട്ടാണ്. അപ്പോൾ താനൊരു രഹസ്യമായി കർത്താവിന്റെ വിശിഷ്യനായിരുന്നു എന്നാണ് നാം അതിൽ നിന്ന് അനുമാനിക്കുന്നത്. എന്നാൽ ഇത്രയും നീതിമാനായ നല്ലവനായ ഒരു വ്യക്തിയോടാണ് യേശു കർത്താവിനെ സംസാരിച്ചോടെ. താൻ യേശുവിന്റെ അടുക്കൽ വന്നു. രാത്രിയിലാണ് വന്നത്. എന്തുകൊണ്ടാണ് രാത്രിയിൽ വന്നത് എന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയത്തില്ല എന്തുകൊണ്ടാണ് രാത്രി വന്നത്. തീർച്ചയായിട്ടും അതിനുള്ള കാരണം ഒന്ന് യഹൂദന്മാരെ ഭയപ്പെട്ടതുകൊണ്ടായിരിക്കാം. കാരണം താനൊരു സന്നിധി സംഘത്തിന്റെ അംഗമാണ്, യഹൂദന്മാരുടെ പ്രമാണിയാണ്. അപ്പോൾ യഹൂദന്മാർ പരസ്യമായി യേശുവിനെ സ്വീകരിക്കാതിരിക്കുന്നത് കൊണ്ട്, തങ്ങളുടെ മഷിയായി യേശുവിനെ സ്വീകരിക്കാതിരിക്കുന്നത് കൊണ്ട്, യേശുവിനെ അവർ തള്ളി പറഞ്ഞിരിക്കുന്നത് കൊണ്ട്, ആ സാഹചര്യത്തിൽ രഹസ്യമായിട്ട് യേശുവിന്റെ അടുക്കൽ താൻ വന്നതായിരിക്കാം. ഇന്നും ധാരാളം രഹസ്യ ക്രിസ്ത്യാനികളുണ്ട്. നമ്മളായിരിക്കുന്ന ഈ രാജ്യത്തിലും കഴിഞ്ഞ ദിവസവും ഒരാൾ പറയുകയായിരുന്നു, രഹസ്യമായി അതെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന പലരിവിടെയുണ്ട്. നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകളുണ്ട്. നമ്മുടെ അറിവ് വളരെ ചെറുതായിരിക്കാം. കാരണം അങ്ങനെയുള്ളതായിരിക്കുന്ന കൂട്ടങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ അറിയണമെന്ന് അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല.
അതുകൊണ്ട് രഹസ്യമായി കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഉണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. എന്നാൽ ഏതെങ്കിലും ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ഈ പരസ്യമായി വരുവാൻ കാരണമായി തീരുക. ഞാൻ കേരളത്തിലെ ഒരു സഹോദരി സാധാരണ എനിക്ക് ഫോൺ ചെയ്യുമായിരുന്നു. നാട്ടിലുള്ളതായിരിക്കുന്ന സമയത്ത് ഒരു ഗ്രാമീണ കുടുംബത്തിൽ നിന്നാണ്. എന്നാൽ ഒരിക്കൽ പോലും ഒരു ചർച്ചിൽ പോയിട്ടില്ല. എന്നാൽ ആ ഗ്രാമീണ കുടുംബമാണ് എന്നുള്ളത് കൊണ്ട് ബ്രാഹ്മണ സ്ത്രീകളെല്ലാം രാവിലെ അമ്പലത്തിൽ പോയി കുടിതൊട്ട് കുടിയൊക്കെ കഴിഞ്ഞ് അതിനാണ് അവരുടെ ജീവിതം തുടങ്ങുന്നത്. ഒരു ദിവസം ആരംഭിക്കുന്നത്. അതിന് വീഴ്ച വരുത്താൻ പറ്റത്തില്ല. എന്നാൽ ആ സഹോദരി അങ്ങനെ ചെയ്യാൻ പോകുമ്പോൾ അതിനെ എന്നോട് പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് അവിടെയുള്ള അന്ധകാര ശക്തികൾ മാറിപ്പോകുന്നതിനായി പ്രാർത്ഥിച്ചു. നമ്മളൊക്കെ സാധാരണ ട്രെയിൻ വോക്കായിട്ട് ഇങ്ങനെയുള്ള അമ്പലങ്ങൾ അതിലേക്ക് ചുറ്റിനും നടന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഇവിടെ അകത്ത് പോയിട്ട് അന്ധകാര ശക്തിക്കെതിരായിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ രഹസ്യമായി മറ്റുള്ളവർക്ക് എന്താ പ്രാർത്ഥിക്കുന്നത് എന്നാൽ രഹസ്യമായി കർത്താവിനെ സ്നേഹിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അവർക്കായി നമുക്ക് വിശ്വാസം. ഇന്ത്യയിൽ ധാരാളം രഹസ്യ ക്രിസ്ത്യാനികളുണ്ട്. രഹസ്യമായി ദൈവത്തെ സേവിക്കുന്നത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോഴെങ്കിലും ബോധമുണ്ട് കർത്താവിനെ രഹസ്യമായി ഏതെങ്കിലും സാഹചര്യങ്ങളാൽ പരസ്യമായി വെളിപ്പെടുവാൻ കഴിയാതെ കർത്താവിന്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചോണം. നിന്നെ സ്നേഹിക്കുന്ന അക്ഷയമായി നിന്നെ സ്നേഹിക്കുന്ന നിന്റെ മക്കളെ കാത്തുകൊള്ളണമേ, അവർക്ക് ശക്തി കൊടുക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയും. ഇതുപോലെ നിക്കോദിമോസും ആ സാഹചര്യങ്ങളെ വെളിച്ചത്തിൽ രഹസ്യമായി കർത്താവിന്റെ അടുക്കൽ വന്നതായിരിക്കാം. ഇതിന്റെ രണ്ടാമത്തെ കാര്യം, കർത്താവ് പകൽ മുഴുവൻ തിരക്കുള്ളവനാണ്. നിക്കോദിമോസും തിരക്കുള്ളവനാണ്. താനൊരു പ്രമാണിയായിരിക്കുന്നതുകൊണ്ട് താനും തിരക്കുള്ളവനാണ്. ചിലപ്പോൾ ആ തിരക്ക് നിമിത്തമായിരിക്കാം രാത്രിയിൽ തനിക്ക് വരാൻ കഴിഞ്ഞത്. മൂന്നാമത് താൻ കർത്താവിനെ രഹസ്യത്തിൽ കാണാൻ ആഗ്രഹിച്ചു. കാരണം ഹൃദയപൂർവ്വം സംസാരിക്കാൻ ആഗ്രഹിച്ചു, കർത്താവിനെ ഇത് കേൾക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് കൂടുതൽ സമയം കർത്താവുമായിട്ട് തനിയെ സ്പെൻഡ് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം രാത്രി വന്നത്. എന്തായാലും കുഴപ്പമില്ല. അദ്ദേഹം രാത്രിയിൽ വന്ന് കർത്താവിനോട് പറയുന്നതാണ്, നീ ദൈവത്തിന്റെ ഒരു ഉപദേശമായി വന്നത്. രണ്ട്, ദൈവത്തിന്റെ കൂടെ ഇല്ല എങ്കിൽ നീ ചെയ്യുന്നതായി പ്രവൃത്തി ആർക്കും ചെയ്യാൻ കഴിയില്ല. കർത്താവ് ചെയ്തായിരിക്കുന്ന പ്രവൃത്തി ഭൂമിയിലെ സൗഖ്യമാർഗം മാത്രമല്ലായിരുന്നു, താൻ യെരൂശലേം ശുദ്ധീകരിച്ച ദേവാലയം ശുദ്ധീകരിച്ച പ്രവൃത്തിയും അവിടെയാണ്. ഇതെല്ലാം കണ്ട് അതിനെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. വാസ്തവത്തിൽ നിക്കോദിമോസ് ചിലപ്പോൾ ആഗ്രഹിച്ച കാര്യമായിരിക്കാം, ഇതൊന്നും ഇവിടെ നടക്കാൻ പാടില്ല, ആരെങ്കിലും ഇതിനൊന്ന് എതിരെ ഒന്ന് ശബ്ദം ഉയർത്തികൾ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിച്ചിരിക്കാം. പക്ഷേ യേശു ദേവാലയം ശുദ്ധീകരിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടവരിലൊരാളായിരുന്നിരിക്കാം നിക്കോദിമോസ്. എന്തായിരുന്നാലും തനിക്ക് ഒരു കാര്യം മനസ്സിലായി, ദൈവം തന്റെ കൂടെയുണ്ട്. പ്രത്യേക അധികാരം യേശുവിൽ കണ്ടു, യേശുവിന്റെ വാക്കിൽ കണ്ടു, യേശുവിന്റെ പ്രവൃത്തികൾ കണ്ടു. അതുകൊണ്ട് തന്നെ പറയാണ്, ദൈവത്തിന്റെ കൂടെ ഇല്ല എങ്കിൽ നീ ചെയ്യുന്നത് ആർക്കും ചെയ്യുവാൻ സാധ്യമല്ല. എന്നാൽ ഇത് രണ്ടും യേശുവിനോട് പറയുമ്പോൾ യേശു നിക്കോദിമോസിനോട് പറയുന്നത് എന്താണ്? നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയത്തില്ല, ദൈവരാജ്യം കടക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇത്രയും നല്ലവനായിരിക്കും ഒരു വ്യക്തി, വളരെ നല്ലവനായിരിക്കും ഒരു വ്യക്തി. പക്ഷെ ആ വ്യക്തിയോട് പറയാണ്, നീ നല്ലവനായി ജീവിച്ചതുകൊണ്ട് ദൈവത്തിന്റെ രാജ്യത്തിൽ പോകത്തില്ല. ഞാൻ ദൈവത്തിന്റെ അടുത്തുള്ള ഉപദേഷ്ടാവായി വന്നു എന്ന് അംഗീകരിച്ചതുകൊണ്ട് എന്റെ കൂടെ ദൈവം ഇല്ല എങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യമൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് നീ അംഗീകരിച്ചതുകൊണ്ടോ നീ ദൈവരാജ്യത്തെ കടക്കുന്നു. ദൈവരാജ്യത്തെ കടക്കുന്നതിനുള്ള ഒരേ ഒരു യോഗ്യത അത് വീണ്ടും ജനമാണ്. അത് വീണ്ടും ജനിച്ചേ പക്ഷത്ത്. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് നിക്കോദിമോസിനോട് സംസാരിക്കുമ്പോഴാണ് കർത്താവ് ഈ രക്ഷാപദ്ധതിയെ ഇത്രയും അത് വ്യക്തമായിട്ട് തുറന്ന് സംസാരിക്കുന്നത്. കർത്താവ് നമുക്ക് തരുന്നതായിരിക്കും ഒരു ദൂതല്ലേ അതിനകത്തുള്ളത്. കാരണം ലോകത്തിൽ ധാരാളം നല്ല ആളുകളുണ്ട്, ധാരാളം നല്ല ആളുകൾ. ചിലപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, നല്ല ആളുകളെ കണ്ടെന്നാണ് നമ്മൾ പോലും ധരിച്ചു പോകും. കാരണം അവരുടെ സ്വഭാവം, അവരുടെ സംസാരം, അവരുടെ പ്രവർത്തികൾ നമ്മളെപ്പോലെ നല്ലവരാണ് എന്ന് തോന്നുന്നു. ചിലപ്പോൾ നമ്മൾ പോലും ധരിച്ചു പോകുന്നത് പോലെ നല്ല ജീവിതം ജീവിക്കുന്നതായിരിക്കും ആളുകളുണ്ട്. അവർ നല്ലവരായി ജീവിക്കുന്നതിനാണ് ഇഷ്ടമുള്ളത്. എന്നാൽ അങ്ങനെ ജീവിച്ചത് കൊണ്ട് ഒരാൾ സ്വർഗ്ഗരാജ്യത്തിൽ പോകുമോ? കർത്താവിടെ കാണിക്കുക ഒരു നല്ലവരായ വ്യക്തിയാണ്, സമൂഹത്തിന് മുന്നിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ്. കർത്താവിന് തുറന്നു പറയാം, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും ഭാഗ്യമാണ്. നിനക്കും മാനസാന്തരം,
നിനക്കും വീണ്ടും ജനനം. ലോകത്തിലുള്ള സകലർക്കും വീണ്ടും ജനനം അത്യാവശ്യമാണ് എന്നതാണ് യേശു കർത്താവിനെ തുറന്ന് കാണിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. കാരണം നമ്മുടെ ആരുടെയും നന്മ പ്രവർത്തികൾ കൊണ്ടല്ല നമ്മൾ ദൈവരാജ്യത്തിൽ പോകുന്നത്. കാരണം ദൈവരാജ്യത്തിൽ പോകുവാൻ തക്കണം അത്രയും നല്ലതായിട്ട് ലോകത്തിൽ ആരുമില്ല. കാരണം എല്ലാവരും പാപികളാണ് എന്ന ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയും. ആ പാപം എന്നുള്ളത് ഇന്ന് നമ്മൾ ചെയ്യുന്ന പാപങ്ങളിൽ നിന്ന് മാത്രമല്ല, പിന്നെയോ നമ്മൾ ആദാമിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തതായിരിക്കുന്ന പാപമാണ്, ആദാമിൽ നിന്ന് ലഭിച്ചതായിരിക്കുന്ന പാപമാണ്. അങ്ങനെ പാപത്തിന് ജനിച്ചതുകൊണ്ട് ദാവീദ് പറയുന്നത് പോലെ പാപത്തിൽ എൻ്റെ അമ്മയുടെ ഗർഭം ധരിച്ചു എന്ന് പറയുന്നവരെയും ആ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ തന്നെ പാപം ഒരു വ്യക്തിയുടെ കൂട്ടത്തിൽ കൂടുന്നു. അഥവാ ആ പാപത്തിന്റെ സാന്നിധ്യം അവിടെ അവനിൽ ഉണ്ടാകുന്നു. ആ പാപത്തോടുകൂടെ തന്നെയാണ് അവൻ ലോകത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചതായിരിക്കുന്ന അവസ്ഥയിലാണ് എല്ലാവരും ലോകത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് സകലർക്കും ആ അതിക്രമങ്ങളിലും പാപത്തിലും മരിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് അത്യാവശ്യമാണ്. മരിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടത് ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ്, ജീവൻ തന്നെയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ആ ജീവൻ പ്രാപിക്കാൻ വേണ്ടി നിനക്കെന്ത് വേണം? പുതുതായിട്ട് ഒരു ജനനം വേണം എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. ഒരു പക്ഷേ നിക്കോദിമോസ് താൻ നല്ലവനാണ് എന്നത് ഓർത്തുകൊണ്ട് ദൈവം അയച്ചതായിരിക്കുന്ന യോഹന്നാനെ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ നിക്കോദിമോസിന് കഴിഞ്ഞിട്ടുണ്ടാവില്ലായിരുന്നു. യോഹന്നാൻ മുഖാന്തരം മാനസാന്തര സ്നാനം ദൈവം കൊടുത്തപ്പോൾ ഒത്തിരിയധികം പരീക്ഷന്മാർ അതിനെ തള്ളിക്കളഞ്ഞതായിട്ടാണ് ലൂക്കോസ് രേഖപ്പെടുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിനടുത്ത് മുപ്പതാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, എങ്കിലും പരീക്ഷന്മാരും ന്യായശാസ്ത്രിമാരും അവനെ സ്നാനക്കാരും ദൈവത്തിന്റെ ആലോചനകൾക്ക് വൃഥാവാക്കി കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഒത്തിരി പരീക്ഷന്മാർക്ക് പറ്റിയ ഒരു അബദ്ധമാണ്, ശാസ്ത്രിമാർക്ക് പറ്റിയതായ ഒരു അബദ്ധമാണ്. യോഹന്നാൻ മാനസാന്തരം പ്രസംഗിക്കുകയും സ്നാനം കഴിപ്പിക്കുകയും ചെയ്തപ്പോൾ അവരതിന് ചെവി കൊടുത്തില്ല. അവർ ചെവി കൊടുക്കാത്തതിന്റെ വ്യക്തമായ കാരണം തങ്ങൾ നീതിമാന്മാരാണെന്നുള്ള ചിന്തയാണ്. നീതിമാന്മാരെന്നുള്ള ചിന്തയാണ്. അവരാണ് കർത്താവ് നീതിമാന്മാരെന്ന് തങ്ങളെ കുറിച്ച് ധരിച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്നവരെ കുറിച്ചുള്ള ഉപമ പറയുമ്പോൾ ഒരു പരീക്ഷന്റെയും ഒരു ചുങ്കക്കാരന്റെയും ഉപമ പറയും. അതിലൊരു പരീക്ഷൻ എപ്പോഴും പറയുന്നത് താൻ ന്യായപ്രമാണം പ്രമാണിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് താൻ നീതി അവിടെ അവകാശപ്പെടുക, ദൈവത്തിനുള്ള അനുഗ്രഹം അവിടെ അവകാശപ്പെടുക. എന്നാൽ ചുങ്കക്കാരന് സ്വർഗത്തേക്ക് പോലും നോക്കാൻ കഴിവില്ലാത്തതിനാൽ വിളിച്ചു പറയുന്നത് ഞാൻ ഭാവിയാണെന്നുള്ളത്. എന്നാൽ പരീക്ഷന് ഭാവിയാണെന്നുള്ള ചിന്തയില്ല. ഞാൻ ഭാവിയാണെന്ന് സമ്മതിക്കാനൊട്ട് തയ്യാറുണ്ട്. തനിക്ക് പറയാനുള്ളത് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ്, തനിക്ക് പറയാനുള്ളത് ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ചാണ്. ഇന്നും എന്നും ആത്മീയ ലോകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഭക്തിയുടെ വലിയ പരമോന്നത സ്ഥാനമായി കരുതിയിരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കൂടുതൽ പ്രാർത്ഥിക്കും. കൂടുതൽ പ്രാർത്ഥിക്കും. ഞാൻ മണിക്കൂറുകൾ പ്രാർത്ഥിക്കും. 3 മണിക്കൂർ, 4 മണിക്കൂർ, 5 മണിക്കൂർ, അല്ലെങ്കിൽ 40 ദിവസം കോഴ്സ് ചെയ്തു, 21 ദിവസം കോഴ്സ് ചെയ്തു, ഉപവാസം. ഇതൊക്കെ ആത്മീയതയുടെ ഭക്തിയുടെ മാർഗത്തിൽ പരമോന്നതമായിരിക്കുന്ന സ്ഥാനമാണ് അത് ധരിച്ചു വരുന്നത്. അതുപോലെ തന്നെ ഒടുക്കുകാരുണ്ട്. കർത്താവിനോട് അവർ കൃത്യമായിട്ട് ഒടുക്കുന്നത്. ചിലര് സാലറി മുഴുവൻ കൊടുക്കുന്നവരാണ്, ചിലപ്പോൾ സ്വത്ത് വിറ്റ് കൊടുക്കുന്നവരാണ്. ഇത്രയും കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ കാരണം ഇതൊക്കെ വളരെ ഭക്തരായിരിക്കുന്ന ആളുകൾ ചെയ്യുന്നതായിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ വിചാരിക്കാറ്. അത് അന്നുമാണ് ഇന്നുമാണ്. ഒരു കാര്യം വാസ്തവമാണ്, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാധിക്കില്ല, കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാധിക്കില്ല. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടായി, പക്ഷേ നമ്മളെയൊക്കെ പരാതി എന്തായിരിക്കും, ഞാൻ കഴിയുന്നില്ല എന്നുള്ളത്. അതുപോലെ ആയിരിക്കും കൊടുക്കണമെന്നും ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ കൊടുക്കുന്ന സമയം വരുമ്പോൾ കൈ ചിലപ്പോൾ മുറുകിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതിനെനിക്ക് ചിലപ്പോൾ സാധിക്കാത്തായിരിക്കും. അത് ഒരാൾക്ക് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ പരീക്ഷ അവിടെ നിന്ന് പറയുന്നതായിരിക്കുന്ന കാര്യം ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ കൊടുക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ അല്ല, തൻ്റെ ജീവിതത്തിൽ താൻ വളരെയധികം പല കാര്യങ്ങളിലും മര്യാദ പാലിച്ച്
ജീവിക്കുന്നതായിരിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ്. പക്ഷെ അവിടെ എന്താണ് സംഭവിച്ചത്? അടിസ്ഥാനപരമായിട്ട് എന്ത് സംഭവിച്ചു? താൻ പാപിയാണ്, മാനസാന്തരം എനിക്ക് ആവശ്യമുണ്ട് എന്ന ആ സത്യം എനിക്ക് മനസ്സിലായില്ല. അതാണ് അവിടെ കുഴിച്ചു മൂടപ്പെട്ടത്. ആ സത്യം അവിടെ കുഴിച്ചു മൂടപ്പെട്ടപ്പോൾ അവനെ തന്നെ ചതിക്കുന്നവനായി തീർന്നു. അതുകൊണ്ട് അവന് നീതീകരണം പ്രാപിക്കാൻ പറ്റാതെ പോയി. അവൻ എല്ലാ ദിവസവും വന്ന് പ്രാർത്ഥിച്ചു, പക്ഷെ അവന്റെ പ്രാർത്ഥന വ്യർത്ഥമാണ്. അവന്റെ ഉപവാസം വ്യർത്ഥമാണ്. അവന്റെ ദശാംശം കൊടുക്കലെല്ലാം വ്യർത്ഥമാണ്. പ്രിയപ്പെട്ടവരെ, സകല മനുഷ്യരെ കുറിച്ചുമല്ല, ദൈവത്തിന്റെ പരമോന്നതമായിരിക്കുന്ന ദൈവജനത്തിന്റെ വെളിപാടാണ് അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ എല്ലായിടത്തുമുള്ള എല്ലാവരും മനസ്സാക്കപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ആ മനസ്സാക്കരുടെ വിഷയത്തിൽ നിങ്ങൾ ആരുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഞാൻ അവനേക്കാൾ ഭേദമാണെന്ന് ഒരിക്കലും പറയരുത്. ഭേദമാണെന്ന് ചിന്തിച്ചത് പാപി എന്നതായിരിക്കുന്ന സത്യം നമ്മൾ മറച്ചു വെച്ചെന്നാൽ, മൂടി വെച്ചാൽ, അംഗീകരിക്കാതെ നിന്നാൽ അത് നാം നമ്മോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും. അവർ ചെയ്യേണ്ടത് നാം ആദ്യമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക. താരതമ്യം ചെയ്യേണ്ടത് ദൈവവുമായിട്ടാണ്. ദൈവം നമ്മളോട് പറയുന്നത്, ഞാൻ വിശുദ്ധനാവില്ല, നിങ്ങൾ വിശുദ്ധരാകുക. നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തെ താരതമ്യം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവമായിട്ടാണ് ചെയ്യണം. ആ ദൈവമായിട്ട് ചെയ്യുമ്പോൾ എല്ലാം നിലവിളിയോടുകൂടി മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അപ്പാ ആ വിശുദ്ധിയുടെ 5 അടക്കം നിലവിളി മാറ്റിയിട്ടില്ല. ഇപ്പോഴും കുറവുകളും തെറ്റുകളും എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. ദൈവത്തെ സ്തോത്രം. അവിടെയാണ് നമ്മുടെ ഹൃദയം തകരുന്നത്. തകർന്നും യോഗ്യീകരിക്കുന്ന ഹൃദയത്തെ ദൈവം ഒരിക്കലും നിരാകരിക്കുന്നില്ല, തള്ളിക്കളയുന്നില്ല. ഗുജറാത്തിൽ പ്രിയപ്പെട്ടവരെയാണ് നമ്മുടെ തകർന്ന ഹൃദയത്തോടെ വന്നിട്ട്, അപ്പൊ നിന്റെ മുമ്പിൽ നിൽക്കാൻ ഞാൻ ആരാണ്? സംഘത്തിലുകാരൻ ചോദിച്ചതുപോലെ നീ അകത്തെ ഓർമ്മ വെച്ചാൽ നിന്റെ സ്ഥലം കൊടുക്കാൻ ആർക്കാണ് കഴിയുന്നത്? ഏതെങ്കിലും സ്തോത്രം നിന്നെ ഭയപ്പെടുവാൻ തക്കണം. നിന്റെ സന്നിധിയിലുണ്ട് വിമോചനമുണ്ട്. നീ ക്ഷമിക്കുന്നതുകൊണ്ട് മാത്രം, നീ കരുണ മാത്രമാണ് നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരാനായിട്ട് പറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് എന്ന് പറയുന്നത്, നമുക്കൊരു നല്ല മഹാപുരുഷൻ നമുക്കുണ്ട്. നമ്മുടെ ഗ്രഹിക്കുന്നതിൽ സഹതാപം കാണിക്കാൻ കഴിയുന്ന നല്ലൊരു മഹാപുരോഹിതൻ ഉള്ളത് കൊണ്ട് ആദ്യയാത്ര സമയത്ത് സഹായത്തിനുള്ള കൃപയ്ക്ക് വേണ്ടി കൃപാസനത്തോട് അടുത്ത് വരിക. നമ്മുടെ സ്വന്തം കഴിവിലും രീതിയിലും ഒന്നും ആശ്രയിച്ചല്ല, പിന്നെയോ യേശു കർത്താവിന്റെ ആ കാര്യത്തിൽ പിടിച്ചു നോക്കിക്കൊണ്ട് അവൻ നമ്മളെ മനസ്സിലാക്കുന്നു എന്ന പരമാർത്ഥം ഗ്രഹിച്ചുകൊണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമായിരിക്കുന്നു എന്ന സത്യം ഉൾക്കൊണ്ടുകൊണ്ട്, അവന്റെ തിരുരക്തത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ കൃപാസനത്തിൽ വേദിയിലേക്ക് വരുന്നത്. ആ ഒരു യോഗ്യതയാണ് സകലർക്കുമുള്ളത്. അതിനപ്പുറം ഒരു യോഗ്യത ആർക്കും ഇല്ല പ്രിയപ്പെട്ടവരെ. അതോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എന്നാൽ അങ്ങനെ ഒരു വിചാരം ഈ പരീക്ഷന്മാരിലും ന്യായശാസ്ത്രിമാരിലും എല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ ന്യായപ്രമാണം പാലിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്, ഞങ്ങൾ ജനത്തിന്റെ നേതാക്കളാണ്, അല്ലെങ്കിൽ പ്രമാണികളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പാപികളായിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പോയിട്ട് അവരെ പോലെ മാനസാന്തരപ്പെട്ട് അവരെ പോലെ സ്നാനമേറ്റിട്ട് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ പാപികളാണെന്ന് പറയാൻ അത് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അത് ഞങ്ങളുടെ സാമൂഹികമായ ആ സ്റ്റാറ്റസിലൊന്നും വരുന്നില്ല, ചേർന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചിന്ത എക്കാലം ഞങ്ങളെ വാസ്തവം പറഞ്ഞാൽ വരച്ചിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്. സ്റ്റാറ്റസിന്റെ വിഷയത്തെ കുറിച്ച് നമുക്കറിയാമല്ലോ. നീക്കലിന് പറ്റിയതായിരിക്കുന്ന കുഴപ്പമുണ്ടായിരുന്നു. ദാവീദ് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ പെട്ടെന്ന് കൊണ്ടുവരുന്നതായിരിക്കുന്ന സന്തോഷത്തിന്, കാരണം പെട്ടെന്ന് മടക്കി കൊണ്ടുവരുവാൻ കഴിഞ്ഞല്ലോ എന്നുള്ളതായിരിക്കുന്ന സന്തോഷത്തിന് ദൈവത്തോടുള്ള നന്ദി കൊണ്ട് നടന്നതിനായി ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവൻ തന്നെ തന്നെ മറന്നുപോയി. ദൈവത്തിന്റെ സ്തോത്രം. തന്നെ തന്നെ മറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഉണ്ടാകുന്ന അപാകതകളല്ല, എന്നാൽ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന അപാകതകളാണ്. അവൻ ദൈവത്തെ തന്നെ മറന്ന് ദൈവത്തെ സ്തുതിക്കുന്നതായിരിക്കുന്ന സമയത്ത് അവന്റെ മേൽ വസ്ത്രം മാറിപ്പോകുന്നത് അവൻ ശ്രദ്ധിച്ചില്ല. എന്നാൽ നീകൾ ദൂരെ നിന്ന് അത് ശ്രദ്ധിച്ചു, കിൽമാവിൽ കൂടെ നോക്കി അത് ശ്രദ്ധിച്ചു. അതിന്റെ അർത്ഥം പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധി വരുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ വസ്ത്രമൊക്കെ എങ്ങോട്ട് മാറിപ്പോയാലും കുഴപ്പമില്ലെന്നുള്ളതല്ല. അങ്ങനെ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം. നമ്മളൊരിക്കലും ബിസിനസ് വിടരുത്. എന്നാൽ നാം നമ്മളെ തന്നെ മറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, അവന്റെ ഉപകാരങ്ങളെ കുറിച്ച് ചിന്തിച്ച് അതിനകത്ത് നമ്മൾ ജയിച്ചു കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചെന്നാണ് ദൈവത്തിന്റെ സ്തോത്രം. അതൊരു അപാകതയായിരിക്കുന്നില്ല. ഈ രണ്ടു തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണമേ. ദൈവത്തിന്റെ സ്തോത്രം. ഓക്കെ,
അങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നതായിരിക്കുന്ന സമയത്ത് നിങ്ങൾ അത് മോശമായിട്ട് മടങ്ങി വരുന്നതായിരിക്കുന്ന ഭർത്താവിനോട് ആദ്യം വഴക്കുണ്ടായി. കാരണം നിങ്ങളെ പോലെയുള്ള നല്ല സഹോദരി അല്ലായിരുന്നു നിങ്ങളായിരുന്നു ഒരിക്കലും വഴക്കുണ്ടാക്കത്തില്ല. നിങ്ങളായിരുന്നു പറഞ്ഞേ സംഭവം ഇതുപോലെ ഇന്നും ആരാധിക്കുമെന്ന് പറഞ്ഞില്ല അല്ലേ? എന്നാൽ നിങ്ങൾ അല്ല, നിങ്ങൾ സ്റ്റാറ്റ്സിനെ കുറിച്ചൊക്കെ ചിന്തയുള്ള സൗകര്യമുള്ളതായിരുന്നു. സ്തോത്രം ശരിയായില്ല, പ്രൈസലോ അല്ല, ഇപ്പം ശരിയായില്ല, ഒന്നും ശരിയായില്ല. നിങ്ങൾ ചെന്ന് പരാതിപ്പെട്ടു പോകാൻ എന്താണ് സംഭവിച്ചത്? അവരോട് പറയുന്നു, നിങ്ങൾ അതിൽ നിമിത്തമായി ശമിക്കപ്പെടാനിടയായി. അവർക്ക് പിന്നീട് തലമുറകൾ ഉണ്ടാകാതെ വന്നു. ദൈവത്തിന് ശാപം കൊണ്ട് വരാൻ പറ്റുന്നവരായിരുന്നു. അതുകൊണ്ട് ഓർക്കണം, ഈ സ്റ്റാറ്റസിനെ കുറിച്ചുള്ള ചിന്ത പലർക്കും ഒരു വിനയായി വരികയാണ്. അവരുടെ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് തത്വമായി ദൈവത്തിനെ താഴ്ത്താൻ കഴിയുന്നില്ല. ഇവിടെ ദൈവത്തിന്റെ സ്ഥലത്തിലേക്ക് വരുമ്പോൾ ഇവിടെ രാജാവും മഹാരാജാവും ജനങ്ങളും ഒന്നുമില്ല. ദൈവം മഹാരാജാവായിരിക്കുമ്പോൾ എല്ലാവരും പ്രജകളാണ്. ദൈവത്തെ ആരാധിക്കാൻ കഴിയും. ദാവീദിന് പറയുമ്പോൾ നീക്കളെ, ഞാൻ രാജാവൊന്നും അല്ലായിരുന്നു, ഞാൻ ഒരു ആട്ടിൻചെറുക്കൻ മാത്രമായിരുന്നു. നിന്റെ അപ്പനായിരുന്നു രാജാവ്. പക്ഷെ നിന്റെ അപ്പനെ ആ സിംഹാസനത്തിൽ നിന്ന് ഇറക്കിയിട്ട് എന്നെ ആ സിംഹാസനത്തിൽ കയറ്റിയിരുത്തിയത് ആരാ? അവന് മുമ്പ് ഞാനെന്ന രാജാവാകുന്നു, അവന് മുമ്പ് ഞാനെന്ന വലിയവനാകുന്നു. അതുകൊണ്ട് എന്നെ ഞാനാക്കി തീർച്ചയുടെ മുന്നിൽ ഞാൻ ഇനിയും നൃത്തം ചെയ്യുക, ദൈവത്തെ ആരാധിക്കും. നിങ്ങളുടെ ഈ ചിന്ത നമ്മുടെ ദൈവത്തിന് അത് യാചിച്ചു എന്നാൽ എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കാൻ എന്നെ ഞാനാക്കുന്ന എന്റെ കർത്താവ്. ആ ചിന്തയോടെ എല്ലാ കാര്യങ്ങളും ദാവീദിനെ ശരിയായിട്ട് ആരാധിക്കാൻ സാധിക്കും. നമ്മുടെ മറ്റു കഴിവുകളൊന്നുമല്ല, നമ്മുടെ പാടാനുള്ള കഴിവുകളോ
താളം തെറ്റാതെ പാടാനുള്ള കഴിവോ നീട്ടി പാടാനുള്ള കഴിവോ കുറുക്കി പാടാനുള്ള കഴിവോ ഒന്നും നമ്മളെ ഒരു ആരാധനയാക്കി മാറ്റത്തില്ല. നമ്മളെ ആരാധനയാക്കി മാറ്റുന്നത് നന്ദിയുടെ ഒരു ഹൃദയമാണ്. നന്ദിയുടെ ഒരു ഹൃദയത്തിനുടമ എപ്പോഴും ദൈവത്തെയാണ്. അത് വഴിയിലാണെങ്കിലും കൊല്ല, അത് ലക്ഷങ്ങളുടെ മധ്യയാണെങ്കിലും കൊല്ല, അവർ ദൈവത്തെയാണ്. എന്നാൽ ഈ സ്റ്റാറ്റസിനെ കുറിച്ചുള്ള വിചാരം നീക്കലിനെതിരെയായി പോയതുപോലെ ഈ പരീക്ഷന്മാർക്ക് വിശ്വാസിമാർക്കും ഒക്കെ ഇനിയാണ്. ചുങ്കക്കാരുടെ കൂടെ പാവികളുടെ കൂടെ അവരുടെ കൂടെ മാനസാന്തരപ്പെടുമ്പോൾ അവരുടെ കൂട്ടത്തിൽ പോയി ഞാനും മാനസാന്തരപ്പെട്ടു, അവരുടെ കൂട്ടത്തിൽ പോയി സ്നാനം. അവർ ദൈവത്തിന്റെ ആലോചനയെ വൃഥാവാക്കി കളഞ്ഞു. ദൈവത്തിന്റെ മക്കളെ ഒരിക്കലും ദൈവത്തിന്റെ ആലോചനയെ വൃഥാവാക്കി കളയുന്നത് അവരുടെ വില കുറിച്ച് കാണുന്നത്. ദൈവത്തിന്റെ ആലോചന ദൈവത്തിന്റെ ആലോചനയാണ്. ഒരിക്കലും നമ്മുടെ ആലോചനയ്ക്കനുസരിച്ച് തന്നെ മാറ്റാൻ പറ്റത്തില്ല. നമുക്കനുസരിക്കുക മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ല എങ്കിൽ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പ് നിൽക്കുമ്പോൾ കണക്ക് കൊടുക്കേണ്ടതായി വരും. കണക്ക് കൊടുക്കുന്നത് ദൈവത്തോടാണ്. ശാസ്ത്രമാർക്ക് പറ്റിയത് പരീക്ഷന്മാർക്ക് പറ്റിയത് നമുക്ക് പറ്റരുത്. ആയിരിക്കാം. അതെ, ആ കൂട്ടത്തിൽ ഒരുവനായിരിക്കുന്ന നിക്കോദിമോസിനോട്, പ്രമാണിയായ നിക്കോദിമോസിനോട്, സന്നദ്ധ സംഘത്തിൽ അംഗമായിരിക്കുന്ന നിക്കോദിമോസിനോട് ഒരു വർഷത്തിൽ പൊതുജന സമക്ഷത്തിലേക്ക് ഇറങ്ങി വരാൻ കഴിയാത്തവർ ഇപ്പോഴും രഹസ്യമായി തന്റെ അടുക്കൽ വരുന്നതായിരിക്കുന്ന നിക്കോദിമോസിനോട് കൈചൂരികൾ അത് കർത്താവ് പറയുകയാണ്, നിക്കോദിമോസേ, ഈ പോക്ക് ശരിയല്ല. ഒരിക്കലും നിനക്ക് ഇങ്ങനെ വീരാഴ്ച കടക്കാൻ പറ്റത്തില്ല. നിനക്ക് പുതിയ ജനനം ആവശ്യമാണ്. ക്രൈസ്തവർക്ക് മനസ്സാന്തരം ആവശ്യമാണ്. നിനക്കൊരു പുതിയ ജനനം ആവശ്യമാണ്. ഇത് നിക്കോദിമോസിനോട് പറയുന്നതായിരിക്കുന്ന സമയത്ത് നിക്കോദിമോസിലേക്ക് മനസ്സിലാകുന്നു. ഒരർത്ഥത്തിൽ അവന് മനസ്സിലായി, മറ്റൊരർത്ഥത്തിൽ അവന് മനസ്സിലായില്ല. അവന് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ അവന് മനസ്സിലായത് ഒരു പുതിയ ജനനമാണെന്ന് മനസ്സിലായി. അപ്പോൾ തന്റെ ഉള്ളിലുണ്ടായ ചോദ്യം ഇതാണ്, അതിന് എങ്ങനെ സാധിക്കുന്നത്? ഞാൻ പ്രായമായ ഒരു മനുഷ്യനാണ്, വൃദ്ധനായ മനുഷ്യൻ. വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കയറിയിട്ട് വീണ്ടും ഒരു കൊച്ചിനെ പോലും ജനിക്കാനായിട്ട് പറ്റുന്നു. പക്ഷെ നിക്കോദിമോസ് ഒരു കാര്യം മനസ്സിലാക്കി, ഇത് വീണ്ടും ഒരു കൊച്ചാകുന്ന ഒരു പരിപാടിയാണ്, വീണ്ടും ഒരു ശിശു ആകുന്ന പരിപാടിയാണ്, വീണ്ടും ഒരു ശിശു എന്ന പോലെ ജീവിതം തുടങ്ങുന്ന പരിപാടിയാണ്. ഇത് ഒരു പുതിയ ജീവിതത്തിന് തുടങ്ങുന്ന പരിപാടിയാണ്. ഇവിടെ വീണ്ടും ഒരു ശിശുവായിട്ട് ജനിക്കേണ്ട ആവശ്യമുണ്ട്. അത്രയും നിക്കോദിമോസിന് മനസ്സിലായി. പക്ഷെ സംശയമാണ്, എങ്ങനെയാണ് സംഭവിക്കുന്നത്? വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കയറി അങ്ങനെ ഒരു ജന്മം സാധ്യമാണ് എന്നാണ് ചോദിക്കുന്നത്. കഥ അതിന് മറുപടിയായിട്ട് പറഞ്ഞത് ഇതായിരുന്നു. അതിന് 10ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും നിനക്ക് അറിയത്തില്ലയോ എന്നാണ്. അപ്പോൾ ഇസ്രായേൽ ഉപദേഷ്ടാവ് വീണ്ടും ജനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. വീണ്ടും ജനത്തെക്കുറിച്ച് അവൻ പഠിപ്പിക്കേണ്ടവനാണ്. വീണ്ടും ജനത്തെക്കുറിച്ച് അവൻ ആളുകൾക്ക് ബോധ്യം വരുത്തി കൊടുക്കേണ്ടവനാണ്. എന്നാൽ ബോധ്യം വരുത്തി കൊടുക്കേണ്ടതായിരിക്കുന്ന വ്യക്തിക്ക് അറിവില്ല, അറിവില്ലാത്തവനായിട്ട് പതിവന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഒരിക്കൽ പോലും സ്കൂളിൽ പോകാത്ത, ആവോണ്ട് എഴുതാൻ അറിയാൻ വയ്യാത്ത വ്യക്തിയെ അധ്യാപകനാക്കി നിയമിച്ചെന്നാൽ എങ്ങനെയിരിക്കും? ഇതേപോലെ ആത്മീയ അനുഭവമില്ലാതെ, വീണ്ടും ജന്മത്തിന്റെ അനുഭവമില്ലാതെ, ദൈവമായിട്ടുള്ള ബന്ധമില്ലാതെ ആരെങ്കിലും ആത്മീയ ഉപദേശകന്മാരായി തീർന്നാൽ എന്തായിരിക്കും ഗതി? അന്നും ഇന്നും ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണത്. ആത്മീയമായ അനുഭവമില്ലാതെ ഉപദേശിക്കുവാൻ വേണ്ടി പോയാൽ ഇത് തനിയിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാമെന്നുള്ളതല്ലാതെ ജീവിതാനുഭവത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. എന്നാൽ അനുഭവിക്കുന്നത് മാത്രമേ ക്രിസ്തീയ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഉപദേശകന്മാർ അവർ അനുഭവമുള്ളവരായിരിക്കണം. അവർ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. പുതിയ ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആത്മീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുതുജീവിതമാണ്. ആ പുതുജീവിതം എങ്ങനെയാണ് പ്രാപിക്കുന്നത് എന്ന് ഉപദേഷ്ടാവായിരിക്കുന്ന നീ അറിഞ്ഞിരിക്കണമെന്നാണ് കർത്താവ് അവരോട് പറയുന്ന ദൈവത്തിന് സ്തോത്രം. ഓക്കെ, കർത്താവിനോട് പറയുമ്പോൾ പറയുന്ന ചില കാര്യങ്ങൾ, നീ പുതുതായിട്ട് ക്ഷണിക്കണം, പുതുതായിട്ട് ജനിക്കണം. അങ്ങനെ ജനിക്കുന്നതായിരിക്കുന്ന വ്യക്തി എങ്ങനെ അറിഞ്ഞിരിക്കുമെന്നാണ് കർത്താവ് ആദ്യം അവനോട് പറയുന്നത്. യേശു അവനോട്
മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് യേശുവിനോട് ആമീനാമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചതായെങ്കിൽ ദൈവരാജ്യക്കാരനാണ് ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. നിക്കോദിമോസുണ്ട്, മനുഷ്യൻ സ്വർഗ്ഗനായ ശേഷം ജനിക്കുന്നവന് രണ്ടാമത് അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു ആമീനാമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കടപ്പാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവ് പറയുകയാണ്, രണ്ട് ജനനമുണ്ട്. അതൊക്കെ 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനെ ജനിച്ചത് ആത്മാവാകുന്നു. രണ്ട് ജനനമുണ്ട് കർത്താവ് പറയാം. ഒന്ന് നിന്റെ ജനനം, രണ്ടാമത് നിന്റെ വീണ്ടും ജനനം. ഒന്ന് നീ ജനിച്ചത് നിന്റെ അമ്മയിൽ നിന്നാണ്, ജലത്താലുണ്ടായിരുന്ന ജനനമാണ്. അതിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്നത് ജലം മാത്രമാണ്. നിനക്ക് ലഭിച്ചിരിക്കുന്നത് ജലം മാത്രമാണ്, ജീവിക്കുന്നത് ജലം മാത്രമാണെങ്കിലത്. എന്നാൽ നിന്റെ ആത്മാവും വൃതാവസ്ഥയിലാണ്, നിന്റെ ആത്മാവും വൃതാവസ്ഥയിലാണ്. അതുകൊണ്ട് നീ ജലം. മനുഷ്യനെ ജലമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം, ആദാമിനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവത്തെ മൂക്കിൽ ജീവശ്വാസവും അവൻ എഴുതിയിരിക്കുന്നതാണ്, അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. എന്നാൽ ജീവനുള്ള ദേഹിയായിരുന്ന മനുഷ്യൻ ആരായിത്തീരുകയാണ്? വെറും ഒരു ജനമായി തീർന്നു. നമ്മൾ നോവലിന്റെ സമയത്ത് നമ്മൾ വായിക്കുമ്പോൾ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. ആ തലമുറയെ നോക്കിക്കൊണ്ട് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയിരിക്കുന്നതായിരിക്കുന്ന ആ മുഴുവൻ തലമുറയെയും നോക്കിക്കൊണ്ട് ദൈവം പറയുന്നത് എന്താണെന്ന് അറിയാമോ? അതിന്റെ 3-ാമത്തെ വാക്യം, അപ്പോൾ മനുഷ്യനും എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയാണ്. അവൻ ജഡം തന്നെയാണ്. അവൻ ജഡം തന്നെയായിരിക്കുന്നത് കുഴപ്പമില്ലാണ്. ആത്മാവ് ഇവനോട് സംവാദിച്ചുകൊണ്ടിരിക്കും, പക്ഷെ ഇവനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല, അവനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് അവനോട് സംസാരിക്കുന്നൊന്നും അവന് മനസ്സിലാക്കത്തില്ല. കാരണം അവൻ ആരാണ്? ജഡം മാത്രമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നവനാണ്. അവൻ ദൈവത്തിന്റെ സാന്നിധ്യം അറിയാൻ കഴിയുന്നവനായി, ദൈവത്തിന്റെ വാക്ക് കേൾക്കാൻ കഴിയുന്നവനായി, ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്നവനായി, ദൈവത്തോട് സംസാരിക്കാൻ കഴിയുന്നവനായി, ദൈവത്തോട് കൂട്ടായ്മ പുലർത്താൻ കഴിയുന്നവനായി, ദൈവത്തോട് നടക്കാൻ കഴിയുന്നവനായി. എന്നാൽ ആ മനുഷ്യൻ പാപിയായി തീർന്നപ്പോ അവൻ ആ പാപത്തിനകത്ത് തന്നെ തന്നെ കുഴിച്ചു നോക്കിക്കഴിഞ്ഞപ്പോ അവൻ ആരായി തീർന്നു? അവൻ വെറും ജഡം മാത്രമായി. അവനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചാൽ അവന് മനസ്സിലാകാത്തവനാണ്. അവൻ ജഡം മാത്രമായി. അതുകൊണ്ട് അവൻ പാപത്തെ ഇഷ്ടപ്പെട്ടു. പാപത്തിനുള്ള സുഖത്തെ അവൻ ആനന്ദിച്ചു. ആ സുഖജീവിതത്തിൽ അവൻ ആനന്ദം കണ്ടെത്തി. അങ്ങനെ പാപം ചെയ്ത് പാപത്തിൽ സുഖിച്ച് അവൻ ഇങ്ങനെ പാപത്തിൽ നിന്നും പാപത്തിലേക്ക് അവനിങ്ങനെ വഴുതി പോകുന്നതായിരിക്കുന്ന ഒരു സമയം ദൈവം പറഞ്ഞു, എന്റെ ആത്മാവിനോട് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കത്തില്ല, നിഷ്പ്രയോജനമാണ്, അതിന് ഫലമില്ല. കാരണം അവനാരാണ്? അവൻ വെറും ജഡം മാത്രമാണ്. അപ്പോൾ മനുഷ്യന്റെ ജനനത്താൽ അവനൊരു വെറും ജഡം മാത്രമായിട്ടാണ് ജനിക്കുന്നത്. ഭാവിയായിരിക്കുന്ന മനുഷ്യൻ വെറും ഒരു ജഡം മാത്രമായിട്ടാണ് ജനിക്കുന്നത്. കാരണം അതിക്രമങ്ങളിലും പാപങ്ങളിലും അവന്റെ ആത്മാവ് മരിച്ചിരിക്കുക. അവൻ അകത്ത് ഒരു മരണം സംഭവിച്ചു കിടക്കുകയാണ്. ആത്മാവ് മരിച്ചു കിടക്കുകയാണ്. അതുകൊണ്ട് ദൈവശബ്ദം തിരിച്ചറിയാൻ കഴിയാതെ, ദൈവശബ്ദം തിരിച്ചറിയാൻ കഴിയാതെ മനുഷ്യൻ അകത്ത് വൃദ്ധാവസ്ഥയിലാണ്. എന്നാൽ ജീവിക്കുന്ന ഒരു ജലം മാത്രമാണ് അവനുള്ളത്. ആ ജലത്തിൽ അവൻ സഞ്ചരിക്കുന്നു, ജലത്തിന് ഇഷ്ടപ്രകാരം അവൻ ജീവിക്കുന്നു, ജലത്തെ അവൻ സുഖിപ്പിക്കുന്നു, ജലത്തിലുള്ള അവൻ ചിന്തിക്കുന്നു. അങ്ങനെ ജലാഭിലാഷമുള്ളവനായി ആ സുഖം കണ്ടെത്തുന്നവനായി അവൻ മനുഷ്യൻ ജീവിക്കുന്നു. അവൻ അവസാനം കഴിയുന്നു, ഇതിനപ്പുറത്തൊന്നുമില്ല. ഈ ജലം മരിച്ച് മൺമറയുന്നവരുടെ സ്ഥലം തീർന്നു, ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നവൻ ചിന്തിച്ച് അവൻ പോകുന്നു. എന്നാൽ പ്രിയപ്പെട്ട ഈ ഒരു അവസ്ഥയിൽ നിക്കോദിമോസിനോട് പറയുകയാണ്, നിക്കോദിമോസേ, ജലത്തിന് ജനിച്ചത് ജലമാണ്, ജലത്താൽ ധരിച്ചത് ജലമാണ്. എന്നാൽ ആത്മാവിൽ നിന്നൊരു ജലം വേണം. അപ്പോഴാണ് പരിശ്രമത്തിന്റെ ആത്മാവിന് ഉയർത്തിൽ നിന്ന് കിട്ടുന്നത്. ആത്മാവിന് ജനിക്കുന്നത് ആത്മാവാകും. അപ്പോൾ ഇതിൽ ആത്മാവിനെ, മനുഷ്യരെടുക്കുന്നതായ ആത്മാവിനെ ജനിപ്പിക്കാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിനാണ്. ആ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലേക്ക് വീണ്ടും കടന്നു വരുന്നതുകൊണ്ടാണ് നിന്റെ ആത്മാവ് ഉയർത്തി നിൽക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ബുദ്ധിജനനം നിനക്കുണ്ടാകണമെന്നാണ് കർത്താവ് പറഞ്ഞത്. നമ്മൾ
ജനനത്തെയും വീണ്ടും ജനത്തെയും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യാൻ നോക്കിയെന്നാൽ പക്ഷെ പല വാക്കുകളുടെ വെളിച്ചത്തിൽ നമ്മൾ താരതമ്യം ചെയ്താൽ ഒന്ന് നമ്മൾ നോക്കുക ജനനം. അപ്പോൾ കഥ പറയുന്നത് എന്താണ്? വീണ്ടും ജനനം. നമ്മൾ സാധാരണ പ്രാപിച്ചത് ജനനം. എന്നാൽ കഥ പറയുന്നത് വീണ്ടും ജനനത്തെ കുറിച്ചാണ്. ജനനം നടന്നത് മാതാവിൽ കൂടിയാണ്. അതുകൊണ്ടാണ് നിക്കോദിമോസ് ചോദിക്കുന്നത്, വീണ്ടും ഞാൻ മാതാവിന്റെ ഗർഭത്തിൽ കടന്നിട്ട് ജനിക്കാൻ പറ്റുമോ? അവൻ ആ ഒരു ജനനത്തെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. മാതാവിൽ കൂടിയാണ് ജന്മം നടന്നിരിക്കുന്നത്. വീണ്ടും ജന്മം കർത്താവോട് പറയുന്നത് വെള്ളത്താലും ആത്മാവിനാലുമാണ് സംഭവിക്കുന്നത്. വെള്ളത്താലും ആത്മാവിനാലും. അത് നമുക്ക് പിന്നീട് നോക്കാം. വെള്ളത്താലും ആത്മാവിനാൽ എന്നുള്ള പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ ജനനം, വീണ്ടും ജന്മം. ജന്മം മാതാവിൽ കൂടിയാണ്. വീണ്ടും ജന്മം വെള്ളത്താലും ആത്മാവിനാലുമാണ്. ജനനം അത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അത് നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ജനത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ക്ഷണിച്ചത്. കർത്താവിനെ കൈകൊണ്ട് വീണ്ടും ജനം പ്രാപിക്കുന്നവർ ദൈവത്തിൽ നിന്നാണ് ജനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജനനം എന്ന് പറയുന്നത് പുരുഷന്റെ ഇഷ്ടത്താലാണ്. എന്നാൽ വീണ്ടും ജന്മം എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടത്താലാണ്. ജനനം പുരുഷന്റെ ഇഷ്ടത്താലാണ്, വീണ്ടും ജന്മം ദൈവത്തിന്റെ ഇഷ്ടത്താലാണ്. 1 പത്രോസ് 1:23 നമ്മൾ വായിക്കുമ്പോൾ എന്താണ് വായിക്കുന്നത്? 1 പത്രോസ് 1:23 കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നു. അപ്പോൾ ജനനം കെടുന്ന ബീജത്താലാണ്, വീണ്ടും ജനനം കെടാത്ത ബീജത്താലാണ്. ജനനത്തിൽ ലഭിക്കുന്നത് താൽക്കാലിക ജീവനാണ്, വീണ്ടും ജനനത്തിൽ ലഭിക്കുന്നത് നിത്യജീവനാണ്. നിത്യജീവനാണ്. വീണ്ടും ജനത്താൽ ലഭിക്കുന്നത് നിത്യജീവൻ. ജനത്താൽ ലഭിക്കുന്നത് താൽക്കാലികമാണ്. അത് എത്ര ദിവസം നിൽക്കുമെന്ന് നമുക്കറിയത്തില്ല. അവസാനം മരണം അതിനെ കവർന്നെടുക്കും. എന്നാൽ വീണ്ടും ജനത്താൽ ലഭിക്കുന്നത് നിത്യജീവനാണ്. അതുകൊണ്ട് യേശുകർത്താവ് പറഞ്ഞതിൽ വിശ്വസിക്കുന്ന മരിക്കത്തില്ല. കാരണം നമ്മൾ മരണത്തെ ജയിക്കുകയാണ്. ജന്മത്തിനകത്ത് നമുക്ക് മാതാവും പിതാവുമുണ്ട്, നമുക്ക് മാതാപിതാക്കളുണ്ട് ജന്മത്തിൽ. എന്നാൽ വീണ്ടും ജന്മത്തിനകത്ത് നമുക്ക് ലഭിക്കുന്ന ത്രിയേക ദൈവത്തെയാണ്. കാരണം നമ്മൾ ജനിക്കുന്ന ആരിൽ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ് ജനിക്കുന്നത്. ത്രിയേക ദൈവത്തിന്റെ പ്രവൃത്തിയാണ് വീണ്ടും ജനത്തിൽ സംഭവിക്കുന്നത്. അവിടെ യേശു കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് പകരമായിട്ട് മരിച്ചു. പിതാവായിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. പരിശുദ്ധാത്മാവ് ആ യേശുവിനെ കർത്താവാണെന്ന് ഏറ്റു പറയാത്തവർ നമ്മളെ ഒരുക്കുന്നു. ലുഡിയുടെ ഹൃദയത്തെ തുറന്നതുപോലെ നമ്മുടെ ഈ ഹൃദയത്തെ തുറന്നാണ്. യേശുവിന്റെ രക്ഷകന്റെ കർത്താവ് മനസ്സിലിരിക്കാൻ നമ്മളെ സഹായിക്കും. അങ്ങനെ ത്രിയേക ദൈവത്തിന്റെ പ്രവർത്തനമാണ് വീണ്ടും ജന്മത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ജന്മത്തിനകത്ത് നമ്മൾ പിതാവിന്റെ കുടുംബത്തിലാണ് കാണുന്നത്. നമ്മൾ ആ വീടിന്റെ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ആരാണ് നമ്മുടെ പിതാവ്, എന്താണ് ആ വീടിന്റെ പേര്, ആ വീട്ടിന്റെ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതാണ് നമ്മുടെ കുടുംബം. എന്നാൽ വീട്ടിൽ ജനിക്കുമ്പോൾ നമ്മുടെ കുടുംബം ദൈവത്തിന്റെ കുടുംബമാണ്. ദൈവത്തിന്റെ ഇഷ്ടമാണ്. ആരൊക്കെ യേശുവിന്റെ രക്ഷകനായി സ്വീകരിച്ചോ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന അധികാരം ദൈവമക്കളാകുവാനുള്ളതായിരിക്കുന്ന അധികാരമാണ്. ഇവരെ മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ യോഗ്യതയാണ് നമ്മൾ ദൈവീയ കുടുംബത്തിലെ അംഗങ്ങളായി മാറുന്നു. കുടുംബം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു യോഗ്യതയായി പരിഗണിക്കുന്നതാണ്. എന്റെ കുടുംബത്തിൽ പറഞ്ഞവനാണ് എന്ന് പറയുന്ന ഒരു യോഗ്യതയായി പരിഗണിക്കുന്നതാണ്. എന്നാൽ ഈ ലോകത്തിൽ ചിലപ്പോൾ ഒരാൾക്ക് അങ്ങനെ ഒന്നും പറയാനായിട്ട് ഉണ്ടായിരിക്കത്തില്ല. ഒരു പക്ഷേ ഒരു വ്യക്തിക്ക് ഏതെങ്കിലും അതുപോലെ തെറ്റിയതായിരിക്കുന്ന മാതാപിതാക്കളിൽ ജനിച്ചായിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്റെ അപ്പനാരെ അമ്മ ആര് എന്ന് പോലും അറിയത്തില്ലാത്തതായിരിക്കുന്ന ഒരു അവസ്ഥയിൽ പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന വ്യക്തികളും ജീവിക്കുന്നവരും ആ അവസ്ഥയിൽ വളർന്നവരുണ്ടായിരിക്കാം. എന്നാൽ അങ്ങനെ ലോകത്തിൽ അനാഥരായും തള്ളപ്പെട്ടവരായും ആർക്കും കൊല്ലപ്പെടാത്തവരായും സമൂഹത്തിൽ യാതൊരു നെരിയില്ലാതെ തീർന്നിരിക്കുന്ന ആ ഒരു വ്യക്തിക്കും യേശുവിനെ സ്വീകരിക്കുന്നത് കൊണ്ട് ദൈവ കുടുംബത്തിൽ കിടക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നമുക്ക് ആ അധികാരം കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. അത് ദൈവത്തിന്റെ കുടുംബത്തിലാണ് നമ്മൾ കിടക്കുന്നത്. ഹല്ലേലൂയ. അതേ പിതാവിന്റെ കുടുംബത്തിലാണോ? പിതാവിന്റെ കുടുംബം, പിതാവിന്റെ ജാതി, പിതാവിന്റെ വംശം, പിതാവിന്റെ മതം, ഇതൊക്കെ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യാം. നമ്മൾ ജനത്തോടുകൂടെ ആ കൂട്ടത്തിൽ ആദ്യമാണ്. ക്രിസ്ത്യാനിയുടെ മകനാട്ടി ജനിച്ചെങ്കിൽ അവൻ ക്രിസ്ത്യാനിയായി എണ്ണപ്പെടുകയാണ്. മുഖം
യഹൂദിയനായി ജനിച്ചെങ്കിൽ മുഹമ്മദിയനായി എണ്ണപ്പെടുക, വേറെന്തെങ്കിലും മതത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ആ മതക്കാരനായി എണ്ണപ്പെടുക. കാരണം ജനത്തോടുകൂടെ തന്നെ ആ വംശവും പിതാവിന്റെ കുടുംബവും ആ പാരമ്പര്യവും ആ മതവും വിശ്വാസവും എല്ലാം ആളുകൾ ഇൻഹെറിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ വീണ്ടും ജനത്തിനകത്ത് ദൈവത്തിന് സ്തോത്രം നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത് എന്താണ്? ഹല്ലേലൂയ. പത്രോസ് പറയുമ്പോൾ നമ്മളെ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നവരെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തരണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയെ. ബാക്കി പറഞ്ഞ് രാജകീയ പുരോഹിതവർക്കും ഇത് പറഞ്ഞ് വിശുദ്ധ വംശവും സ്വന്തം ശരവുമാവും. ഹല്ലേലൂയ. നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നതാണ്. വീണ്ടും ജനത്തിന് ശേഷം നമ്മുടെ കുടുംബത്തെ അല്ല നമ്മൾ നോക്കി പറയുന്നത്, നമ്മൾ നോക്കി പറയുന്നത് ദൈവീക കുടുംബത്തെയാണ്. സ്തോത്രം. ഞാൻ ആരാണ്? സ്തോത്രം. എന്റെ ദൈവത്തിന്റെ മകനാണ്, അന്ധകാരത്തിൽ തന്നെ വിളിച്ചവനാണ്. സ്തോത്രം. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്, രാജകീയ പുരോഹിതവർഗമാണ്, വിശുദ്ധ വംശമാണ്, സ്വന്തം ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ആ അഭിമാനമുള്ളവർക്കായി ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യും. ആ കരവിയെ കണ്ടെന്ന് പറയാം. പണ്ടെങ്ങാണ്ട് ഒരു യുവരാജ് ഇങ്ങനെയാണ് അലേലിയ പറ്റി പറയുന്നത്. ഒരു അലേലിയ പറയുന്നത് അല്ലേലും വയ്യാത്ത പറയും. അങ്ങനെയാണ് പറയുന്നത്. സന്തോഷത്തോടെ സന്തോഷം. ചിലര് പറഞ്ഞ സ്വാഭാവികമായിട്ട് ക്ഷീണം ഉണ്ടായിരിക്കും. അതൊരു ശക്തികളെന്ന് പറഞ്ഞാൽ നമ്മളെ ദൈവീയ കുടുംബത്തിൽ പറക്കുമ്പോൾ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്, രാജകീയ പുരോഹിതവർഗമാണ്, വിശുദ്ധ വംശമാണ്, പിന്നെ സ്വന്തം ജനമാണ് ദൈവത്തിന്. അതാണ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ജനത്തിനകത്ത് നമ്മുടെ ഐഡന്റിറ്റിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഓരോരുത്തരുടെയും ഐഡന്റിറ്റിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. കാരണം ജാതി അതിനകത്ത് വരുന്നു, മതം അതിനകത്ത് വരുന്നു, കുടുംബത്തെ അതിനകത്ത് വരുന്നു, പിതാവിന്റെ ജോലി വരുന്നു, വിദ്യാഭ്യാസം വരുന്നു, ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് വരുന്നു. ഐഡന്റിറ്റിയിൽ നമുക്ക് വരുന്നു. പ്രൈസ്. എന്നാൽ വീണ്ടും ജന്മത്തിനകത്ത് അങ്ങനെ ഐഡന്റിറ്റി വ്യത്യാസമില്ല. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാവരും ഒരേ ഐഡന്റിറ്റിയാണ്. എന്താണ് അവരുടെ ഐഡന്റിറ്റി? ദൈവത്തിന്റെ മക്കൾ. പ്രിയപ്പെട്ട ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സംഭവമാണ്. ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്ന മഹാകാര്യമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ തന്റെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 1 യോഹന്നാൻ 3:1 പറയുന്നത്, അമീന ദൈവവർഗ്ഗം വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ചുമ്മാതെ കിട്ടതായിരിക്കുന്നു. നല്ലൊരു ദൈവത്തിന് സ്തോത്രം. ദൈവം വലിയൊരു മകന്മാർക്കേട്ടാണ് നമ്മൾ അത്ര കണ്ട് സ്നേഹിച്ചതുകൊണ്ടാണ്. അവന്റെ ആ സ്നേഹത്തിന്റെ ഔദാര്യത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവിയാണ് ദൈവമക്കളെന്നുള്ളത്. അതിനാൽ എത്രപേർക്ക് അഭിമാനിക്കാൻ പറ്റുന്നുണ്ട് ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ അതുകൊണ്ട് നാം ദൈവമക്കളാണെന്ന് പറയുന്നതിനകത്ത് അഭിമാനത്തോട് വേണം പറയാൻ. ഹല്ലേലൂയ. എന്നാൽ അവിടെ തന്നെ പറയുന്നു സ്തോത്രം, ലോകം നമ്മളെ അറിയുന്നില്ല. നാം ഇന്നത് നമ്മൾ ഇന്നതാണ് ലോകം അറിയുന്നില്ല. പക്ഷെ ലോകം അറിയുന്നില്ലെങ്കിൽ അറിയണ്ട. പക്ഷെ നാം നമ്മളെ അറിയണം. നാം നമ്മുടെ ഐഡന്റിറ്റി മനസ്സിലാക്കണം. ലോകത്തിൽ നമ്മളെ മനസ്സിലായില്ലെങ്കിലും നാം നമ്മളെ മനസ്സിലാക്കണം. നാം ദൈവത്തിന്റെ മക്കളാണ്. നാം ദൈവത്തിന്റെ മക്കളാണ്. എല്ലാവരും വായോന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിന്റെ മകൻ, ഞാൻ ദൈവത്തിന്റെ മകൻ. ആ ഒരു സാഹിത്യമാണ് പ്രിയപ്പെട്ട ജീവിതത്തിലെ സാഹിത്യം. അത് കൈവിട്ടു പോകാൻ ഒരിക്കലും അനുവദിക്കരുത്. ഏത് പ്രശ്നത്തിന്റെ മധ്യത്തിലും പറഞ്ഞു വേണം ഞാൻ ദൈവത്തിന്റെ മകനാണ് എന്ന് പറയുന്നത് പുതിയ ഉന്മേഷമുണ്ട്. കാരണം എനിക്ക് ദൈവം ഉത്തരവാദിയാണ്. ദൈവം റെസ്പോൺസിബിളാണ്. എന്റെ കാര്യം നോക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഉള്ളതുണ്ട്. അത് ദൈവമാണ്. ദൈവത്തിന്റെ പുസ്തകമാണ്. ആരും ഞാൻ അതുകൊണ്ട് അനാഥനല്ല. പ്രേക്ഷിതോ എന്നെ നോക്കുവാൻ ദൈവമുണ്ട്. എന്റെ സകല കാര്യത്തിലും ദൈവമുണ്ട്. എനിക്കേണ്ടി സംസാരിക്കാൻ ദൈവമുണ്ട്. എനിക്കായി കരുതുവാൻ ദൈവമുണ്ട്. എന്നെ സൂക്ഷിക്കാൻ ദൈവമുണ്ട്. എന്നെ കൂടെ നടക്കാൻ ദൈവമുണ്ട്. എവിടെ പോകുന്നതിന് കൂടെ വരാൻ ദൈവമുണ്ട്. എന്റെ കാര്യങ്ങൾ എനിക്ക് വേണ്ടി സാധിക്കുവാൻ ദൈവമുണ്ട്. എനിക്ക് വേണ്ടി കൊടുക്കുവാൻ ദൈവമുണ്ട്. ഞാൻ എല്ലായിടത്തും ദൈവത്തിന്റെ മകനെ കാണുമ്പോൾ ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ കാണുക. അവരെ എനിക്ക് അനാഥത്വമില്ല. അവരെ ഞാൻ ഏതിനാണെന്ന് ചിന്തിക്കുക. എല്ലാത്തിനും ദൈവത്തെ ഞാൻ എന്റെ മുമ്പിൽ കാണുന്നു. ദാവീദ് പറയുന്നു, ഞാൻ യഹോവയെ എപ്പോഴും ചിരിക്കുന്നു. അവരുടെ മരമുണ്ടാകുന്ന ദൂരമുകൊണ്ട് ഞാൻ ജനിക്കിപ്പോകത്തില്ല. കർത്താവിനുള്ള മുമ്പിലുള്ളതാണ് നമ്മൾ ഏറ്റവും തോന്നുന്നത് പറയുന്നത്. വ്യത്യാസമുണ്ടാകാം. എന്നാൽ ദൈവമക്കൾ എന്ന് പറയുമ്പോൾ നാം എല്ലാവരും ഒരുപോലെയാണ്. ഈ ജനനം കൊണ്ട്
നമ്മൾ ഭൂമിയിലെ പൗരന്മാരായി, നമ്മൾ ഇന്ത്യയിൽ ജനിച്ച ഇന്ത്യയിലെ പൗരന്മാരായി, കുവൈറ്റിൽ ജനിച്ച കുവൈറ്റിലെ പൗരന്മാർ, അല്ലെങ്കിൽ അമേരിക്ക ജനിച്ച അമേരിക്കയിലെ പൗരന്മാർ, അതാത് രാജ്യക്കാർ അതാത് രാജ്യത്തിന്റെ പൗരന്മാരായിരിക്കുന്നു. ദൈവത്തിന്റെ സഹോദരങ്ങൾ വീണ്ടും ചെന്നുകൊണ്ട് നമ്മളെല്ലാം സ്വർഗീയ പൗരന്മാരായി. തിരുത്തലയത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ടോ? നമ്മളെ കരുതുമോ സ്വർഗത്തിലാകുന്നു. അവിടെ നമ്മുടെ കർത്താവ് നമ്മുടെ രക്ഷിതാവായി വരുമെന്ന് നമ്മൾ കാത്തിരിക്കുന്നു. ദൈവത്തിന്റെ സ്വർഗങ്ങളായാണ് പരമേശ്വരനാണ്, എന്നാൽ സ്വർഗീയ പൗരന്മാരായിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ജന്മത്തിന്റെ അവസാനം മരണം കൊണ്ടാണ്. ദൈവത്തിന്റെ സ്തോത്രം. മരണം ഈ ജന്മത്തിന്റെ അവസാനമാണ്. ഈ ലോക ജീവിതത്തിൽ ഈ ജന്മത്താൽ ആരംഭിച്ച ജീവിതത്തിന്റെ അവസാനമാണ് മരണം. എന്നാൽ പുതുജന്മത്തെ സംബന്ധിച്ച് മരണം എന്ന് പറഞ്ഞാൽ നിത്യജീവിത തുടക്കമാണ്. ദൈവത്തോടുകൂടിയുള്ള ജീവിതത്തിന്റെ തുടക്കമാണ്. നിത്യജീവൻ എന്ന് പറയുമ്പോൾ നിത്യമായ ജീവനാണ്. അത് ദൈവത്തോടുകൂടി ജീവിക്കാനുള്ള ദൈവിക ജീവനാണ്. സ്തോത്രം. നിത്യജീവൻ യഥാർത്ഥമായിട്ട് പറഞ്ഞാൽ അത് ദൈവദത്തമായ ജീവൻ എന്നുള്ളതാണ്. ഗോഡ് കൈൻഡ് ലൈഫ്. ദൈവത്തിന്റെ തലത്തിലുള്ള ജീവനാണ് നിത്യജീവന്റെ അർത്ഥം. അതിന്റെ അത് നിത്യമാണ്. അതൊരിക്കലും അവസാനിക്കാത്തത്. അതെന്തിനു വേണ്ടിയാണ് തന്നിരിക്കുന്നത്? നാം അവരോടുകൂടി ജീവിക്കാൻ വേണ്ടിയാണ് തന്നത്. യേശു കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തത്തിലാണ്, ഞാൻ ഒരു സ്ഥലം വിളിക്കാം, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കുന്നത്, പിന്നെയും നിങ്ങളെ വന്ന് എന്റെ ഇടയ്ക്ക് ചേർത്തുകൊള്ളു. അതുകൊണ്ട് നമുക്ക് പ്രത്യാശക്കാർക്ക് വിട്ടുപിരിയാൻ ഞാനാണത്. ക്രിസ്തുവിനോട് സ്വർഗത്തിൽ പോകുന്നത് നല്ല പ്രത്യാശ. അല്ലെങ്കിൽ സ്വർഗത്തെ രണ്ടാം കാര്യം കേൾക്കുന്നത്. സ്വർഗം ഒന്നാം കാര്യം യേശു. അല്ലെങ്കിൽ സ്വർഗമാകുന്നത് യേശു ഉള്ളതുകൊണ്ടാണ്. സ്ഥാനത്തിന് ആ സ്ഥലത്തെക്കാൾ വലുതാണ് വ്യക്തി. അത് എബ്രായർക്ക് പഠിപ്പിക്കുന്നതാണ്. സ്വർഗത്തേക്കാൾ ഉന്നതനാണ്, സ്വർഗത്തേക്കാൾ വലിയതാണ്, അവൻ സ്വർഗത്തേക്കാൾ പരിശുദ്ധനാണ്. പറയുന്നത് സ്വർഗം പോലും തർക്കമില്ല, സ്വർഗം പോലും തർക്കമില്ല, നിർമ്മലമല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിശുദ്ധി ദൈവത്തിന് മാത്രമേ ഉള്ളൂ. തത്വമായ വിശുദ്ധി ഒരിടത്തിലില്ല, ഒന്നുമില്ല. അവൻ പരിശുദ്ധനാണ്. വിശുദ്ധിയുടെ ഭയങ്കരമാണ്. മനസ്സിലായ കാര്യങ്ങൾക്ക് തുടങ്ങി അല്ലല്ലോ, അവൻ മാത്രം വിശുദ്ധൻ, അവൻ മാത്രം പരിശുദ്ധൻ. അത് അവകാശപ്പെടാൻ മറ്റൊരു വ്യക്തിക്ക് കഴിയുന്ന സ്ഥാനത്തിന് കഴിയുന്നില്ല. ദൈവം അധിവസിക്കുന്ന സ്വർഗം പോലും ദൈവത്തിന്റെ തത്തുല്യമായ വിശുദ്ധി. അവിശുദ്ധിയുടെ മുമ്പിൽ ദൈവത്തിന് തനിയായ വിശുദ്ധിയാണ്, ദൈവത്തിനോട് മാത്രമാണ്. ആ വിശുദ്ധി ദൈവത്തെ മറ്റെല്ലാത്തിനും നിന്നും തന്നെ യൂണിക്കാക്കിയിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്വന്തം ദൈവം ദൈവമല്ലാതെ മറ്റൊന്നും ആ സ്ഥാനത്തില്ല. അതുകൊണ്ടാണ് ദൈവം പരിശുദ്ധൻ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്വന്തം. അതുകൊണ്ടാണ് സഭാവുകൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ എങ്ങനെ ആരാധിക്കുന്നത്? പറഞ്ഞേ പറഞ്ഞേ നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ. ദൈവങ്ങൾ ആ പരിശുദ്ധിയോട് ദൈവത്തെ ആരാധിക്കുന്നു. ആരാധിക്കുക ദൈവങ്ങളുടെ സ്വർഗം അല്ല നമുക്ക് വരുക കർത്താവാണ് വരുന്നത്. വിട്ടുകഴിഞ്ഞാൽ നാം ക്രിസ്തുവിനോടുകൂടെ അതോടുകൂടിയാണ് നിത്യജീവൻ നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വർഗം. അതുകൊണ്ട് മരണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അവസാനമല്ല, മരണം നിത്യജീവിതത്തിന്റെ ആരംഭമാണ്. സന്തോഷങ്ങൾക്ക് സ്തുതികളുടെ സ്തോത്രം ഉപദേശം എഴുതിയിടുന്നു. ആ ദൈവത്തെ നമുക്കൊന്ന് വഴങ്ങാം, ആ ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അവൻ മാത്രം പരിശുദ്ധനായിരിക്കുന്നു. അതിനെ പറയുന്നത് നീ മാത്രം പരിശുദ്ധനാണ്. ഈ വിരുദ്ധനം നമുക്ക് തന്നിരിക്കുന്നത് എത്ര വലിയ കാര്യമാണെന്നറിയാമോ? അതുകൊണ്ടാണ് ആചരിക്കണം. കൂടുതലായി വിശ്വത്തിലേക്ക് നൽകാൻ പറ്റത്തില്ല. എത്ര ഇമ്പോർട്ടന്റ് ആണ്, എത്ര പ്രാധാന്യമാണ്. അതിന് നിസ്സാരമായി ആർക്കും പറയാൻ പറ്റുന്നില്ല. വിഭജനം ക്രമിച്ചതാണ്. ഓടിക്കണം. വീണ്ടും ചെന്നാണിപ്പോൾ സാധിക്കുന്നില്ല എങ്കിൽ വീണ്ടും നിങ്ങളോടാണ്. വീണ്ടും ക്ഷണിക്കണം. സ്റ്റാറ്റസ് നോക്കുന്നതിന് ഇതൊന്നും നിറവേറ്റത്തില്ല. നമ്മളോട് ഇതെല്ലാം പോകും, ഇതെല്ലാം പോകും, ഇതെല്ലാം പോകും. ശവപ്പെട്ടിക്കാതെ പോകും. അത് വീണ്ടും അത്യാവശ്യമാണ്. വീണ്ടും സർവ്വതും അത്യാവശ്യമാണ്. വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കുമ്പോൾ ഈ പരിശുദ്ധമായ ദൈവത്തിൽ നിന്ന് നാം ക്ഷണിക്കുകയാണ്. ഈ പരിശുദ്ധമായ നമ്മൾ സ്വർഗീയ പൗരന്മാരാകുകയാണ്. അവരുടെ ഭവനത്തിന് അധികാരികളായി മാറുകയാണ്. സ്തോത്രം. അവരെ ആരാധിക്കാൻ ഉപയോഗിക്കുക നമുക്കുണ്ടാവുകയാണ്. സ്തോത്രം. അവർ നൽകുമ്പോൾ അവരിയ്ക്കുന്നതോടുകൂടെ നാം അവരെ കാണും. സഹാബുകളെല്ലാം കണ്ടുപിടിച്ച് ആരാധിക്കുമ്പോൾ നാം അവരുടെ മുഖത്തെ ആരാധിക്കുമ്പോൾ
Hallelujah.